അത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾ എവിടെ വരെ പഠിക്കണമെന്ന് സൗജന്യം. ഇപ്പൊ നമ്മൾ യൂറോപ്പിൽ വരെ വിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഈ വർഷം 2 പേര് നമ്മൾ വിട്ടു. 90 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നു. ഫീസ് ഒരു പൈസ കൊടുക്കണ്ട. ഏത് മത്സ്യത്തൊഴിലാളിയുടെ കുട്ടിക്ക് പൈസ കൊടുത്തു? മെഡിക്കൽ കോളേജിൽ നമ്മളിപ്പോ ഈ കഴിഞ്ഞ 1ഉം 2ഉം പിണറായി വിജയൻ ഗവൺമെന്റ് സൗജന്യ വിദ്യാഭ്യാസം വന്നതിന്റെ ഭാഗമായി ആദ്യമായി ഒരു ഡോക്ടർ മെഡിക്കൽ കേരളത്തിലെ തീരമേഖല മത്സ്യമേഖലയില്ലായിരുന്നു. ഇന്ന് 100 ഡോക്ടർമാരിൽ കൂടുതൽ ഈ ഗവൺമെന്റ് പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിൽ തീരമേഖല വന്നു. ധാരാളം വക്കീലന്മാര്, എഞ്ചിനീയർമാര്, മറ്റ് IT പ്രൊഫഷണൽസ് ഇഷ്ടം പോലെ. ഇപ്പൊ വിദേശ രാജ്യത്ത് ഈ കഴിഞ്ഞ വർഷം മുതൽ കുട്ടികളെ വിട്ടുകൊടുക്കി. അപ്പൊ മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികളെ പഠിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അവരുടെ സ്കൂളുകളെല്ലാം ഇപ്പൊ 57 സ്കൂൾ കെട്ടിടം ഫിഷറീസ് വകുപ്പ് ഇപ്പൊ നിർമ്മിച്ചു. ഞാൻ 57 കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കെട്ടിടങ്ങൾ പണിതു. ഇപ്പം ഞങ്ങളുടെ ടെക്നിക്കൽ സ്കൂളുകളെല്ലാം ഇനിയിപ്പോ 10 സ്കൂളുകളിൽ 4 സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഈ ഗവൺമെന്റ് വന്ന ശേഷം മാറ്റി. 6 സ്കൂളുകൾക്ക് ഇപ്പോൾ ഫണ്ട് വെക്കാൻ പോവാ. ഇപ്പൊ ഈ ഗവൺമെന്റ് കാലത്ത് 6 ടെക്നിക്കൽ സ്കൂളുകൾ കൂടി അതിന്റെ എല്ലാ അടിസ്ഥാന സൗകര്യവും വികസിപ്പിക്കും. തീരദേശ ആശുപത്രികൾ, തീരദേശ ഗന്ധശാലകൾ നിങ്ങളൊക്കെ പരിശോധിച്ച് നോക്ക്. തീരദേശ വീടുകൾ ഏതാണ്ട് നമ്മൾ ഇതിനോടകം 22,000-ഓളം വീടുകളാണ് കൊടുത്തിരിക്കുന്നത്. 12,000 കോടി രൂപയുടെ ഡെവലപ്മെന്റ്സ് ഗവൺമെന്റ് വന്നതിന് ശേഷമുണ്ട്. തീര സംരക്ഷണം നമ്മൾ ചെറുതൊന്നുമല്ല ചെയ്യുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ മാറ്റമാണ് തീരത്ത്. അതുകൊണ്ട് തീരവാസികളൊക്കെ നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. എൻജിയുടെ സമ്മേളനം നോക്കല്ലേ, MP സമ്മേളനം. ഞാൻ പോയല്ലോ, ഞാൻ പോയി. പിന്നെ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അതൊക്കെ അവര് തീരുമാനിച്ചു. എനിക്ക് എന്റെ പേര് കണ്ടില്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അത് അവരല്ലേ പറയേണ്ടത്. അവർക്ക് എന്നെ ക്ഷണിക്കാൻ തോന്നിയില്ല, അവർ ക്ഷണിച്ചില്ല. ഞാനിപ്പോ എന്ത് ചെയ്യാന്? ഞാൻ സാഹസമൊക്കെ ഞാനല്ലേ ഉദ്ഘാടനം ചെയ്തു. ബാക്കി പരിപാടികൾ അവര് മറ്റു നേതാക്കന്മാരെ വെച്ചു. എന്നെ ക്ഷണിച്ചിട്ടില്ല. അവര് പങ്കെടുക്കട്ടെ. അതൊരു തർക്കത്തിന്റെ വിഷയമൊന്നുമില്ല അതിനകത്ത്.